ജീവിത സായാഹ്നത്തിൽ ഒറ്റപ്പെട്ട വയോധികർക്ക് വെളിച്ചമാവുകയാണ് രാജകുമാരി കുരുവിള സിറ്റി സ്വദേശിനിയായ ബിജി ബെന്നി. 40 വയോധികരുടെ പ്രിയപ്പെട്ട മകളും സഹോദരിയും സുഹൃത്തുമൊക്കെയാണ് ഇന്നിവർ. ആരോരുമില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്നവർക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച വീട്ടമ്മയുടെ വിശേഷങ്ങളാണ് ഇനി. 1999 സെപ്റ്റംബറിലാണ് ബിജി ബെന്നിയുടെ ജീവിതം മാറ്റിമറിച്ച സംഭവം നടക്കുന്നത്. രാജകുമാരിക്കടുത്തുള്ള കടുക്ക സിറ്റിയിലെ ഒരു കടയുടെ മുൻപിൽ അവശനിലയിൽ കിടക്കുകയായിരുന്ന ചോതി കുട്ടപ്പൻ എന്ന വയോധികനെ ബിജിയുടെ ഭർത്താവ് ഫാദർ ബെന്നി ഉലഹന്നാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. ചോതി കുട്ടപ്പനെ സ്വന്തം പിതാവിനെ പോലെ ബിജി സ്വീകരിച്ചു, പരിചരിച്ചു. തുടർന്ന് നിരവധി പേരെ ചേർത്ത് പിടിക്കാൻ ആ സംഭവം ഇടയാക്കി. ക്ഷമ ആട്ടിന് സൂപ്പിനേക്കാൾ ഫലം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന, ദൈവമേ നമ്മൾ അതിനുള്ള നമ്മുടെ മക്കൾക്ക് ഒരു നല്ല ഭാവി, അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പം ഇവരെ സംരക്ഷിക്കുമ്പോൾ നമുക്കത് കിട്ടുമെന്ന് നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം ഇവരുടെ മക്കളോ അല്ലെങ്കിൽ സഹോദരങ്ങളോ അല്ലെങ്കിൽ മാതാപിതാക്കളോ നോക്കേണ്ട സ്ഥാനത്താണ് നമ്മൾ ഇവിടെ നിന്ന് ഇല്ലായ്മയിൽ നമ്മൾ ഇവരെയൊക്കെ പോലും ഇവരുടെ ഇഷ്ടപ്പെടാത്ത സംസാരങ്ങളും ഒക്കെ കേട്ടും കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. മോശ അതുപോലെ ഇസ്രായേൽ മക്കളോട് പിറുവിറുത്തപ്പോൾ മോശ ദൈവത്തോട് കരഞ്ഞു എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഞങ്ങളും ദൈവത്തോട് പറയുന്നു. ഞങ്ങളെ കൊണ്ടൊന്നുമല്ല, ഒന്നും പറ്റത്തില്ല ഇത്. അപ്പം എല്ലാവരുടെയും ക്ഷമയും സഹിച്ചും എല്ലാവരും മുഷിഞ്ഞു വർത്താനം പറയുന്നവരുണ്ട്. അപ്പൊ നമ്മൾ അതിനെയൊക്കെ അതിൻ്റെ തിരിച്ചങ്ങോട്ട് പറയാൻ പോയാൽ നമ്മളൊന്നുമല്ല. പക്ഷെ നമ്മളതൊക്കെ ഒരു കണ്ണ് കണ്ടില്ല അല്ലെ ചെവി കേട്ടില്ല എന്ന് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇവരോടത്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. തുടർന്ന് ഫാദർ ബെന്നി ഉലഹന്നാന്റെയും ബിജിയുടെയും നേതൃത്വത്തിൽ വീട്ടിൽ ഒരു ആതുരാശ്രമം ആരംഭിച്ചു. CMI ആംഗ്ലിക്കൻ സഭാംഗമായ ഫാദർ ബെന്നി ആത്മീയ പ്രവർത്തനങ്ങളുടെ തിരക്കിലായതിനാൽ ആതുരാശ്രമത്തിന്റെ ചുമതല ബിജിക്കാണ്. തുടക്കം വീട്ടിലെ പരിമിതമായ സാഹചര്യങ്ങളിലാണ് അന്തേവാസികളെയും താമസിപ്പിച്ചിരുന്നത്. പിന്നീട് നാട്ടുകാരുടെ സഹായത്തോടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി. ഇതുവരെ 400ഓളം വയോധികർ വിവിധ കാലഘട്ടത്തിൽ അന്തേവാസികളായി ആശ്രമത്തിൽ എത്തിയിട്ടുണ്ട്. നിലവിൽ 18 സ്ത്രീകളും 22 പുരുഷന്മാരുമാണ് ഉള്ളത്. ആദ്യം നമുക്ക് കേട്ടപ്പോൾ കാരണം നമുക്ക് സാമ്പത്തികമില്ല, നമുക്ക് ബിൽഡിംഗ് ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ ആദ്യം ഒന്ന് പതറി. എങ്കിലും പിന്നെ അച്ഛൻ ധൈര്യം തന്നു. അതുപോലെ തന്നെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം പ്രാർത്ഥന കൊണ്ടാണ് ഇത്രയും ഉന്നതിയിലേക്ക് എത്തിയത്. 99 തുടങ്ങിയപ്പോൾ നമുക്ക് ഒന്നുമില്ലായിരുന്നു. ഒന്നുമില്ലാത്തവരുടെ ബിൽഡിങ് ഞാൻ, അച്ഛന്, അതുപോലെ ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. ഞങ്ങളുടെ അച്ഛൻ്റെ ഫാദർ ഞങ്ങളോടൊപ്പം താമസിക്കുന്നു. അതുപോലെ മറ്റേ പുതിയൊരു ആദ്യമായിട്ട് എടുത്ത ചാച്ചനും ഉണ്ട്. അപ്പോൾ ഇത്രയും പേർക്ക് താമസിക്കാൻ ഞങ്ങൾ 2 മുറിയും 1 ബാത്റൂമും മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായി, ഒരു കിച്ചനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തുടക്കത്തിൽ. അതും തറ മെഴുകുന്ന തറയായിരുന്നു. ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഈ നിലയിൽ എത്തിയത്. അന്തേവാസികളുടെ പരിചരണം, ഭക്ഷണം തുടങ്ങി എല്ലാ കാര്യങ്ങളും ബിജിയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. ഇവരുടെ ആശുപത്രി ആവശ്യങ്ങൾക്കായി ആംബുലൻസ് വരെ ഓടിക്കാൻ ഇവർ പഠിച്ചു. കുടുംബത്തിനൊപ്പം നാട്ടുകാരുടെയും അകമഴിഞ്ഞ പിന്തുണയാണ് സേവനം തുടരാൻ കരുത്തേകുന്നതെന്ന് ബിജി പറയുന്നു.